അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിത രീതിയിലുള്ള നമ്മുടെ പരമ്പരാഗതമായുള്ള ജീവിത രീതിയിൽ നിന്നുള്ള വ്യത്യാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ സ്ഥലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ തണുപ്പുള്ള രാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ജീവിത രീതി നമ്മളുണ്ടാവണം. ഇപ്പം നമ്മുടെ സ്ഥലത്ത് നമ്മൾ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാർ നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ഭക്ഷണ രീതികൾ ഫോളോ ചെയ്താൽ തന്നെ രോഗങ്ങൾ ഇല്ലാതിരിക്കുള്ളൂ. പിന്നെ ഈ 10 ദിവസവും 15 ദിവസവും ഒക്കെ എടുത്തു വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് അത് നമ്മൾ രോഗങ്ങൾ വരുത്തും. ഇന്ന് കാലത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, കർക്കിടകത്തിൽ അതാത് ദിവസം പാകം ചെയ്ത ഭക്ഷണം ഉപയോഗിക്കാൻ പാടുള്ളൂ, ചൂടുള്ള ഭക്ഷണം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ ഈ ആയുർവേദം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൻ്റെ ശാസ്ത്രമാണ്, വെറുതെ ഒരു ചികിത്സാ ശാസ്ത്രമല്ല. ദി സയൻസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ശാസ്ത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്നോ അപഗ്രഥിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കറക്റ്റാണ്, കൃത്യമാണ് അത് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ആയുർവേദത്തിൽ പറയുന്ന ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളും ഓരോ ഋതുക്കൾക്കനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളും അതാത് രീതിയിൽ പോയി കഴിഞ്ഞാൽ പല രോഗങ്ങളും ഇല്ലാതാക്കാൻ കഴിയും. അപ്പോൾ ആയുർവേദത്തിൽ ഒന്നും കഴിക്കരുതെന്ന് പറയുന്നില്ല. ഇപ്പോൾ മാംസം കഴിക്കേണ്ടെന്ന് പറയുന്നില്ല, മാംസം കഴിക്കാമെന്ന് പറയുന്നുണ്ട്, പലതരം പച്ചക്കറികൾ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് ഒന്നും കഴിക്കണ്ടെന്ന് ആയുർവേദത്തിൽ പറയുന്നില്ല. അതൊക്കെ അതാത് ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ കഴിക്കാമെന്നാണ് ആയുർവേദം. ഒന്നും കഴിക്കണ്ട എന്ന് ആയുർവേദത്തിൽ പറയുന്നില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് സയൻസ് ഓഫ് ലൈഫാണെന്ന് പറഞ്ഞു, ജീവിതത്തിൻ്റെ ശാസ്ത്രമാണ്. രോഗത്തിനുള്ള ചികിത്സ മാത്രമല്ല, രോഗമില്ലാത്തവർക്ക് ആരോഗ്യത്തോടുകൂടി ജീവിതം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ചികിത്സ, ഒരു ശാസ്ത്രമാണ്, ജീവിതശാസ്ത്രമാണ് ആയുർവേദം. അപ്പം അതിൽ പറയുന്നതിന് ഫോളോ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ കുറേയൊക്കെ രോഗങ്ങൾ വരാതിരിക്കാൻ പറ്റും. അതിലുള്ള ആഹാരത്തിന് മറ്റ് ചികിത്സകളിലൊക്കെ രോഗത്തിനുള്ള ചികിത്സ, ഒരു അസുഖം വന്നാൽ ഇതിനെങ്ങനെ ചികിത്സിക്കാമെന്നാണ് പറയുന്നത്. ഇതിലങ്ങനെയല്ല, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന്. ഇപ്പം ചെരുപ്പിടണം, കുട ചൂടണം, ഈ ഡ്രസ്സ് ധരിക്കണം, വേനൽക്കാലത്ത് ഏത് ഡ്രസ്സ് ധരിക്കണം, മഴക്കാലത്ത് ഏത് ഡ്രസ്സ് ധരിക്കണം, ഇതൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു ചികിത്സയിൽ അത് പറയുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ജീവിത രീതി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പല രോഗങ്ങളും മാറും.